മിഥുൻ അയ്യപ്പൻ വീണ്ടും കോട്ടയം മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഒപ്പം ചേരും. മിഥുൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ. ഞങ്ങളുടെ ചീഫ് എഡിറ്റർ അങ്ങ് എത്തിയോ? ശരി, വിവിധ ക്ഷേത്രങ്ങളിൽ കോട്ടയം മള്ളിയൂർ ഗണപതി മഹാക്ഷേത്രത്തിലായിക്കോട്ടെ, പാളയത്തായിക്കോട്ടെ, പഴവങ്ങാടിയിലായിക്കോട്ടെ, കൊട്ടാരക്കരയായിക്കോട്ടെ, വട്ടിയൂർക്കാവ് ബാലഗണപതി ക്ഷേത്രത്തിലായിക്കോട്ടെ, എല്ലായിടത്തും ഗണപതി ഹോമം പുരോഗമിക്കുകയാണ്. അത് 108, 1008, 10008 നാളികേരമൊക്കെ ചേർത്താണ് അവിടെ ഗണപതി ഹോമം നടത്തുന്നത്. ഗണപതി ഹോമം ദർശനമുണ്ടാകും. ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാരണം എല്ലാ വിഘ്നങ്ങൾക്കും നിവാരണകൻ ആകേണ്ട ഗണപതി ഭഗവാന്റെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇന്നത്തെ ദിവസം ജനം ടി വിയും ആകെ അങ്ങനെ തന്നെയാണ്. ഭക്തർക്കൊപ്പം, വിശ്വാസത്തിനൊപ്പം, എല്ലാ വിഘ്ന നിവാരകനായ ഗണപതി ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഞങ്ങളും. സിദ്ധി ബുദ്ധി ഒക്കെ ഒരുമിച്ച് വന്ന ദേവസങ്കല്പം എന്തായാലും. പക്ഷെ എനിക്ക് മനസ്സിൽ നിന്ന് പോകാത്തത് മള്ളിയൂരിലെ ആ രൂപമാണ് ഗണപതി ഭഗവാൻ ശ്രീകൃഷ്ണൻ. അത് നമുക്ക് വലിയ വാത്സല്യവും സ്നേഹവും ഭക്തിയും തോന്നും ഒരേ സമയം തോന്നുന്ന ഒരു കൺസെപ്റ്റ്, അങ്ങനെ തന്നെ അത് പറയാം അല്ലേ. അത് വിശാലമാണ്. അത് അവിടേക്ക് ഭക്തർ ഒഴുകിയെത്തുന്നുണ്ട്. ശരി, മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, നമ്മൾ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന്. അതിൻ്റെ ഒരുക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ടാകും. ഇപ്പോൾ ഭക്തജനത്തിരക്ക് എങ്ങനെ? ചീഫ് എഡിറ്റർ ഇന്നലെ രാത്രി പുറപ്പെട്ടിരുന്നു, എത്തിയോ? ചീഫ് എഡിറ്റർ 7:10 എന്ന സമയമാണ് നേരത്തെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതിയത്. അദ്ദേഹം ഇന്ന് വാർത്താപുലരിയിൽ അവതാരകനായിട്ടല്ല അതിഥിയായിട്ടാണ് എത്താൻ പോകുന്നത് എന്നാണ് എന്നോട് അറിയിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അതിഥിയുടെ ആഗമനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങൾ അവിടേക്ക് രാവിലെ ഈ മഹാഗണപതി ഹോമ ദർശനത്തിന് വേണ്ടി ആണ് കാത്തിരിക്കുന്നത്. അതിൻ്റെ ഈ ചടങ്ങുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതിന് ചടങ്ങുകൾ ഇന്ന് 5:30 മുതൽ തന്നെ ആരംഭിച്ചു തുടങ്ങി. ഈ ദർശനം ആരംഭിക്കുന്നത് 11 മണിക്കാണ്. അതുവരെ 10,008 തേങ്ങകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മഹാഗണപതി ഹോമം ഇപ്പോൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന് സമീപത്തുള്ള മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഭക്തജനങ്ങൾ ഒന്നൊന്നായി ക്ഷേത്രത്തിലേക്ക് എത്തുകയും അവരുടെ വഴിപാടുകൾ നിർവഹിക്കുകയും തേങ്ങയെല്ലാം ഉടച്ച് അവരുടെ വഴിപാടുകൾ നിർവഹിക്കുന്ന കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഭക്തജന തിരക്ക് ഏറി വരുന്നു. ഇനി അടുത്ത ഒരു 7 മണിക്ക് ശേഷം എത്തിച്ചേരും. അതാണ് ഇവിടുത്തെ ഒരു പതിവ്. 7 മണിക്ക് ശേഷം ക്ഷേത്രം വലിയ തിരക്കിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമെല്ലാം നിൽക്കാനിടയില്ലാത്ത വിധം നിറഞ്ഞു കവിഞ്ഞിരിക്കുമെന്നാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന ചരിത്രവും എല്ലാം ഉള്ളത്. ഏതായാലും മള്ളിയൂർ ക്ഷേത്രം വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നിൽക്കുന്നത്. കാരണം വളരെ വലിയ രീതിയിലുള്ള ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ ഗണപതി ഹോമം ആരംഭിച്ചു. ഇന്ന് 11 മണിക്ക് ക്ഷേത്രത്തിൽ ഗണപതി ഹോമ ദർശനം നടക്കും. അതിനുശേഷം ആനയൂട്ടും ഗജപൂജയും എല്ലാം നടക്കും. അത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ്. അതിനുശേഷം ശ്രീബലി എഴുന്നള്ളത്തും പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള 120ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന വലിയ മേളവുമെല്ലാം ഉണ്ട്. അതിനെല്ലാം ആളുകൾ കാത്തിരിക്കുകയാണ്. ഏറ്റവും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി കടക്കുന്നേയുള്ളൂ. ഇപ്പോൾ ആചാരപരമായിട്ടുള്ള എല്ലാ ഗണപതി ക്ഷേത്രങ്ങളും, അത് ഏത് ഗണപതി ക്ഷേത്രമായിക്കോട്ടെ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് പ്രസാദമായി ലഭിക്കുന്നത് ഉണ്ണിയപ്പമാണ്. മള്ളിയൂരിൽ എങ്ങനെയാണ് ഉണ്ണിയപ്പത്തിന് പുറമെ മറ്റ് എന്തൊക്കെ പ്രസാദങ്ങളാണ് അവിടെ നിന്നുള്ള സ്പെഷ്യൽ? മള്ളിയൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും വഴിപാടുകളും എല്ലാം നടക്കുന്ന ഒരിടമാണ് മള്ളിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, ഇവിടുത്തെ പ്രതിഷ്ഠ രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. ചതുർബാഹു ആയിട്ടുള്ള
ഭഗവാനാണ്, ഭഗവാൻ ഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതോടൊപ്പം തന്നെ കൃഷ്ണ സാന്നിധ്യവുമുണ്ട് എന്നുള്ളതാണ്. മഹാവിഷ്ണു സമേതനായിട്ടുള്ള ഒരു സാന്നിധ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ വഴിപാടുകളിലുമെല്ലാം വ്യത്യസ്തമുണ്ട്. ഇവിടുത്തെ വ്യത്യസ്തമാക്കുന്നത് മുക്കുറ്റി പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഒന്നാണ്. നമ്മൾ പലതും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇവിടെ ഒരു പതിറ്റാണ്ടിലേറെയായി ഇവിടെ മുക്കുറ്റി പുഷ്പാഞ്ജലി നടക്കുന്നുണ്ട്. മള്ളിയൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടായിട്ടാണ് കരുതുന്നത്. അതാണെങ്കിൽ 108 ചുവട് മുക്കുറ്റി പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു ത്രിമധുരത്തിൽ മുക്കി അർപ്പിക്കുന്നതാണ് അത് വഴിപാട്. ആയിട്ടുള്ള ഒരു ചടങ്ങായതിനാൽ തന്നെ ഒരു ദിവസം ഒരു 5 പുഷ്പാഞ്ജലി മാത്രമേ അങ്ങനെ നടക്കാറുള്ളൂ. 108 ചുവട് മുക്കുറ്റികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് അത്. അങ്ങനെ അതൊരു അഭിഷ്ടസിദ്ധിക്കായിട്ട് വിശേഷ വഴിപാടായി നടത്തുന്നു. അത്തരത്തിൽ ഈ ഉണ്ണിയപ്പവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രസാദമാണ്, വഴിപാട് പ്രസാദമാണ് ഇവിടെ. ഈ ഗണപതി ഹോമത്തിന് ശേഷം ഗണപതി ഹോമ പ്രസാദത്തിന് വേണ്ടിയാണ് ഇന്ന് കാത്തിരിക്കുന്നത്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, വളരെ ബൃഹത്തായിട്ടുള്ള ഗണപതി ഹോമമാണ് അവിടെ നടക്കുന്നത്. മഹാഗണപതി ഹോമം നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗണപതി ഹോമമായിട്ട് നടക്കുന്നത് 10,008 ഗണപതി ഹോമം, 10,008 തേങ്ങകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗണപതി ഹോമം നടക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ പ്രസാദവും ഉണ്ണിയപ്പമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അത്തരത്തിൽ വഴിപാടുകളിലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും വളരെ വ്യത്യസ്തതയുള്ള ഒരു ക്ഷേത്രമാണ്. പ്രത്യേകിച്ച് മാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കീർത്തിക്ക് കാരണമായതും അത്തരത്തിൽ പതിവ് ചട്ടങ്ങളെ മറികടന്നുകൊണ്ട്, സതുദ്ദേശത്തോടെ മറികടന്നുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ആചാര രീതികളെല്ലാമാണ് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമുക്കറിയാം, ഇവിടുത്തെ ഒരു സാന്നിധ്യം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള കഥകളുണ്ട്, അല്ലെങ്കിൽ സംഭവങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിക്കിടെ മന്ത്രങ്ങളായിരിക്കും, പ്രധാനമായും ധ്യാന മന്ത്രങ്ങളായിരിക്കും ഇവിടെ ഉരുവിടാറുണ്ടാകുക. ശങ്കര നമ്പൂതിരി ഇത്തരത്തിൽ അവിടെ ഉരുവിട്ടത് ഭാഗവതമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു സാധാരണ സങ്കല്പങ്ങളെ സംബന്ധിച്ച്, ഹൈന്ദവ പൂജാ സങ്കല്പങ്ങളെ സംബന്ധിച്ചത് വിരുദ്ധ നിലപാടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രധാന പ്രതിഷ്ഠയോടൊപ്പം തന്നെ ശങ്കര നമ്പൂതിരി വ്യക്തിപരമായി പൂജിച്ചിരുന്ന സാളഗ്രാമം കൂടി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതും സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരാത്ത ഒരു നടപടിയായിരുന്നു. അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയായിരുന്നു. പക്ഷേ പൂജാതി കർമ്മങ്ങളിൽ അത് വിരുദ്ധമായിട്ടുള്ള നിലപാടാണെങ്കിൽ സതുദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രവൃത്തിയായതിനാൽ അത് പിന്നീട് നടന്ന പ്രശ്നങ്ങളിലെല്ലാം, അഷ്ടമംഗല പ്രശ്നങ്ങളിലെല്ലാം അത് വൈഷ്ണവ സാന്നിധ്യം ഇവിടെ ഉണ്ടായി എന്ന കണ്ടെത്തൽ തന്നെയാണ് നടത്തിയത്. അതോടുകൂടിയാണ് ഇവിടെ ഒരു വൈഷ്ണവ സാന്നിധ്യം വരുന്നതും അതുപോലെ തന്നെ ആചാരക്രമങ്ങളിലുമെല്ലാം വ്യത്യസ്തത സംഭവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ ജീർണാവസ്ഥയിലായിരുന്ന മേൽക്കൂരയെല്ലാം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുണ്ടായിരുന്ന ഈ ക്ഷേത്രം പിന്നീട് അഭിവൃദ്ധിയിലേക്ക് കടക്കുന്ന കാഴ്ച തന്നെയാണ് ഉണ്ടായത്. ഈ ഭാഗവത ഹംസം ശ്രീ ശങ്കര നമ്പൂതിരിപ്പാടായിരുന്നു അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് നടത്തുകയും ഈ ക്ഷേത്രത്തെ ഇന്ന് കാണുന്ന ഈ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ശ്രമഫലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. അത് ഏതാണ്ട് ഇപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. മള്ളിയൂർ അപ്പനെ തൊഴുക എന്ന് പറയുന്നത് ഭക്തജനങ്ങൾക്ക് ഏറെ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഒരു വലിയൊരു സംഭവമായിട്ട് മാറുന്ന ഒരു കാഴ്ച സംഭവിക്കുന്നു. ഏതാണ്ട് 6 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സെപ്റ്റംബർ 6 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ ഉത്സവ ചടങ്ങുകൾക്ക് ഇവിടെ നാളെ 6 കൂടിയാണ് ഈ ഉത്സവ ചടങ്ങുകൾ സമാപിക്കുന്നത്. അത് നമുക്കറിയാം, സാധാരണ ഉത്സവങ്ങളെക്കാൾ വ്യത്യസ്തമായി ആചാരങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും ഒപ്പം തന്നെ ആഘോഷങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷേത്രത്തിനകത്ത് ആചാരപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ യാതൊരു മുടക്കമില്ലാതെ പ്രൗഢിയോട് കൂടി തന്നെ നടക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്തുള്ള പ്രത്യേക വേദിയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ക്ഷേത്ര കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള ക്ഷേത്ര കലകൾ നമ്മൾ തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതും കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലാണ് ബാലഗണപതി പ്രതിഷ്ഠ. അത് മാത്രം